അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത്, അയാൾ നിർബന്ധമാക്കി, അയാൾക്ക് നിർബന്ധമായി എന്ന് നബി തങ്ങൾ പറഞ്ഞു. അങ്ങനെ അല്പം കഴിഞ്ഞു മറ്റൊരു ജനാസ അവർക്കരികിലൂടെ ചുമന്നു കൊണ്ടുപോയി. അപ്പൊ സ്വഹാബത്ത് ആ മനുഷ്യനെ പറ്റി മോശം വർത്തമാനമാണ് പറഞ്ഞത്. അയാള് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അത്ര ഗുണമുള്ള ആളല്ലായിരുന്നു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു വജബത്ത്, അയാൾക്ക് നിർബന്ധമായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, തങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം കൊണ്ടുപോയ ആ മനുഷ്യനെ കുറിച്ച്, ആ ജനാസയെ കുറിച്ച് നിങ്ങൾ നല്ല വർത്തമാനം പറഞ്ഞല്ലോ, അപ്പോൾ അയാൾക്ക് സ്വർഗം സ്ഥിരപ്പെട്ടു എന്നാണ് ഞാൻ ആ പറഞ്ഞത്. രണ്ടാമത് കൊണ്ടുപോയ ജനാസയെ കുറിച്ച് നിങ്ങൾ മോശം പറഞ്ഞു, അപ്പോൾ അയാൾക്ക് നരകം സ്ഥിരപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാണ്. അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ അല്ലാഹുവിന്റെ സാക്ഷികളാണ്. ഭൂമിയിൽ അല്ലാഹുവിന്റെ സാക്ഷികളാണ്. ഭൂമിയിൽ എന്നല്ല, പരലോകത്തും നാളെ മറ്റു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒക്കെ ജനത ആ പ്രബോധനത്തെ കളവാക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നില്ലയോ, നിങ്ങൾക്ക് സത്യസന്ദേശം എത്തിച്ചു തന്നില്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ കളവാക്കുന്ന സമയത്ത് അല്ല, അവർക്ക് പ്രവാചക നിയോഗമുണ്ടായിട്ടുണ്ട്, അവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് സാക്ഷിയാകലും നമ്മൾ തന്നെ. അപ്പൊ നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാണ്. നിങ്ങൾ ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അള്ളാഹു അയാളെ സ്വീകരിച്ചതിന്റെ തെളിവാണ്, മോശം പറഞ്ഞാൽ റബ്ബ് അയാളെ അവഗണിച്ചതിന്റെയും തെളിവാണ്. അപ്പൊ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, 4 ആള് ഒരാളെ കുറിച്ച് ബുഖാരിയിലുമുണ്ട്, 4 ആള് ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, പറഞ്ഞവരാണെന്നാണ് എന്റെ ഓർമ്മ. യാ റസൂലല്ലാഹ്, 3 ആളുകൾ നല്ലത് പറഞ്ഞാലോ? അപ്പോഴും തങ്ങൾ പറഞ്ഞു, ശരിയാണ്, 3 ആളുകളും പറഞ്ഞാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, തങ്ങളെ 2 ആള് പറഞ്ഞാലോ? ഒരു മയ്യിത്തിനെ കുറിച്ച്, മരണപ്പെട്ട ഒരാളെ കുറിച്ച്, അയാൾ നല്ല മനുഷ്യനായിരുന്നു, അയാൾ പള്ളിയിൽ എല്ലാ ആഴ്ചയും സ്വലാത്തിന് വരാറുണ്ടായിരുന്നു, അയാൾ ജമാഅത്തിന് സംബന്ധിക്കാറുണ്ടായിരുന്നു, അയാൾ നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. ഇങ്ങനെ 2 ആള് ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാലും ദഖലൽ ജന്ന, അയാൾ സ്വർഗസ്ഥനാണ്, സ്വർഗത്തിൽ പ്രവേശിച്ചു. മരണപ്പെട്ടാൽ നമ്മളെ കുറിച്ച് ആളുകൾ എന്ത് ചെയ്യണം? നല്ലത് പറയണം. അത് ക്യാഷ് കൊടുത്ത് പറയിപ്പിച്ചാൽ പോരാ. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ശർഹ് മുസ്ലിമിൽ എഴുതിയത് കാണാം. 2 സാധ്യതകൾ പറഞ്ഞു മഹാനവറുകൾ പറഞ്ഞു. ഒന്ന്, എന്നെ കുറിച്ച് ഒരു പക്ഷേ ജനങ്ങൾ നല്ലത് പറഞ്ഞേക്കാം, പക്ഷെ ആ പറഞ്ഞ രൂപത്തിൽ ആയിരിക്കില്ല സത്യത്തിൽ ഞാൻ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാലോ. മറ്റൊന്ന്, ജനങ്ങൾ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ആ ദുഹാ നിസ്കാരമുള്ള ആളാണ്, വിത്ർ നിസ്കാരമുള്ള ആളാണ്, കുറെ ഖുർആൻ ഓതുന്ന ആളാണ്, സ്വതക്ക കൊടുക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ എന്നെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞാൽ സത്യത്തിൽ ഒരു പക്ഷെ ഞാൻ അങ്ങനെയാണെങ്കിൽ അത് ശരിയാണെന്ന് പറയാലോ. അതേ സമയത്ത് ചിലപ്പോൾ ജനങ്ങൾ നമ്മളെ കുറിച്ച് കുറെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കും, നമ്മൾ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, അങ്ങനെ ഉണ്ടാവാലോ. ഇമാം നബവി തങ്ങൾ പറഞ്ഞു, സത്യത്തോടത് യോജിച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ ഈ ജനങ്ങൾ അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് സത്യത്തിൽ അവനിൽ ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ അല്ലാഹുവിന്റെ അടുക്കൽ അവന് സ്വീകാര്യനാണ് എന്നതിന്റെ തെളിവാണെന്ന് മനസ്സിലാക്കണമെന്നാണ് ശറഹ് മുസ്ലിമിൽ പറഞ്ഞത്. അതേസമയത്ത് തമ്മാടികളെ സാക്ഷ്യത്തെ അംഗീകരിക്കൂല. മദ്യപാനിയായ ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ കൂട്ടത്തിൽ വെള്ളടിച്ചാൽ അവനെ കുറിച്ച് നല്ലതേ പോലെയുള്ളൂ. എന്തോ ഒരു നല്ല മനുഷ്യനെയൊന്നും എത്ര അടിച്ചാലും അവനെ കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് നമുക്ക് ഓരോ ക്ലാസ്സൊക്കെ മേടിച്ചു തരുന്ന അവനെ കുറിച്ച് നല്ലതേ പോലെയുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. മുഅ്മിനീങ്ങളായ ആളുകൾ സാക്ഷ്യപ്പെടുത്തണം. അപ്പോ ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളതൊരു നല്ല കാര്യം. നമ്മൾ മരണപ്പെട്ട ആളുകൾ നമ്മളെ കുറിച്ച് എന്ത് ചെയ്യണം? നല്ലത് പറയണം. അതിന് ജീവിതകാലത്ത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. ഏതായാലും ബനൂ ഇസ്രായേലിൽപ്പെട്ട ഇയാള് വലിയ ദോഷിയാണ്. അയാൾ മരണപ്പെട്ടു പോയ സമയത്ത് അയാളുടെ ജനാസ മയ്യിത്ത് ജനങ്ങൾ വിജന പ്രദേശത്തേക്ക് എറിഞ്ഞു. ഫൗഹല്ലാഹു അസ്സ വജല്ല ലിമൂസാ അലാ നബിയിനാ വഅലൈഹി അഫ്ളലുസ് സ്വലാത്തി വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു വഹി അറിയിച്ചു.
അൻ ഉഗ്സിലുഹു വസല്ലി അലൈഹി. അയാളെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അയാൾക്ക് മേൽ നിസ്കരിച്ചിരിക്കണം, മറവ് ചെയ്യണം എന്ന് പറഞ്ഞു. മൂസാ നബിയോട് വഴിയറിയിച്ചു. ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള പറഞ്ഞു. അപ്പൊ മൂസാ നബി ചോദിച്ചു, യാ റബ്ബ് വബിമദാലിക, ഇത്രയും ദോഷിയായ ഒരാൾക്ക്, ജനങ്ങളെല്ലാം അവഗണിച്ചു തള്ളിയ ഒരാൾക്ക് നീ പുറത്തു കൊടുക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹു പറഞ്ഞു, ഇന്നഹു ഫതഹ തൗറാത യൗമാ, ഒരു ദിവസം താങ്കൾക്ക് നാം നൽകിയ വേദഗ്രന്ഥമുണ്ട് തൗറാത്ത്, അത് അയാൾ തുറന്നു നോക്കി. ഫവജദ ഫിഹാ ഇസ്മ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൗറാത്ത് ഇയാൾ തുറന്നു നോക്കിയ സമയത്ത് ആരുടെ പേര് കണ്ടു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് തൗറാത്തിൽ കണ്ടു. ഉണ്ടല്ലോ, ലിതൗറാത്തി മൂസാ നഅ്തുഹു ബിതൗറാത്തി മൂസാ നഅ്തുഹു വസിഫാതുഹു വഇൻജീലു ഈസാ ഫിൽ മദായിഹ് യുത്ലിബൂ. ഇമാം വിത്രി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ വിത്രിയിൽ പറഞ്ഞില്ലേ, മൂസാ നബിയുടെ തൗറാത്തിലും ഈസാ നബിയുടെ ഇൻജീലിലും ഒക്കെ നബിതങ്ങളെ കുറിച്ചുള്ള വിശേഷണങ്ങളുണ്ട്. അതാ സൂറത്തു സുഫിൽ അല്ലാഹു പറയും, മുൻകാലക്കാരായ പ്രവാചകന്മാര് മുഴുവൻ നബിതങ്ങളെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. വലാ മുർസലുൻ ഇല്ലാ ലഹു കാന യഖ്തുബു.